ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ ദിവസവും ഒരു നല്ലൊരു ഗെയിനോട് കൂടി റെക്കോർഡ് ഹൈയിലുള്ള ഒരു എൻഡിംഗ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റ് നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 54 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 17,377 മുകളിലും, സെൻസെക്സിൽ ഏകദേശം 166 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടി 58,296 ബാങ്ക് നിഫ്റ്റിയിൽ 168 പോയിൻറ്റ്സിൻ്റെ ലോസോടുകൂടി 36,592 മുകളിലുമായിരുന്നു ക്ലോസ് ആയിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റിയാലിറ്റി, തുടർന്ന് IT, മീഡിയ, ഈ ഒരു സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ റാലികൾ കാണാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബാങ്കിങ്, ഫിനാൻഷ്യൽ സെക്ടറിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്ന് നിലനിന്നത്. ഇനി നിഫ്റ്റിയിലെ സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഡിസിസീവായിട്ടാണ് നിലനിൽക്കുന്നത്. 24 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 26 സ്റ്റോക്കുകൾ ഡിക്ലൈനിലും നിലനിൽക്കുന്നു. അതുപോലെ തന്നെ നിഫ്റ്റിയിലെ ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ വിപ്രോ, HCL, ഇൻഫോസിസ്, റിലയൻസ്, ഹിൻഡാൽകോ ഇവരായിരുന്നു ടോപ്പ് 5 പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. ഇനി ബ്രോഡർ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിൽ 0.31% ഗെയിനും, സ്മോൾ ക്യാപ്പിൽ ഇന്നൊരു ഔട്ട് പെർഫോമൻസ് ഉണ്ടായിരുന്നു. 1% മുകളിലുള്ള ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻഡിസിസീവായിട്ടാണ് ഡെയിലി ചാർട്ടിലും ക്യാൻഡിൽ നിലനിൽക്കുന്നത്. ഒരു റെക്കോർഡ് ഹൈയിലേക്ക് മാർക്കറ്റ് പോയിരുന്നുവെങ്കിലും ഇന്നൊരു സൈഡ് വേ റാലികളായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിന്നത്. രാവിലെ SGX നിഫ്റ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് മൂഡായിരുന്നു. തുടർന്ന് ഒരു പോസിറ്റീവ് മൂഡിൽ ഓപ്പൺ ചെയ്തു. ആ ഒരു ഗെയിൻ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നിഫ്റ്റി നിലനിന്നത്. അതുപോലെ തന്നെ ഒരു ഇൻഡിസിസീവ് ക്യാൻഡിൽ ആയതുകൊണ്ട് നമുക്കിനി ഒരു വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്കൗട്ടുകൾ ഏകദേശം 17,425 മുകളിലേക്കൊക്കെ ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു റാലിക്കുള്ളൊരു സാധ്യതകൾ പ്രതീക്ഷിക്കാം. അതല്ല വരും ദിവസങ്ങളിൽ ഒരു 17,355 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണ് എങ്കിൽ നമുക്ക് 17,200 എന്നുള്ള റേഞ്ചിലേക്കുള്ള റാലികൾ, ഒരു കറക്ഷൻ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും നല്ലൊരു റാലികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കിട്ടിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൂൾ ഓഫുകൾക്കുള്ളൊരു സാധ്യതകൾ നമുക്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. RSI ഇൻഡിക്കേറ്ററും ഓവർബോട്ട് റീജിയനിലാണ്. എന്നിരുന്നാലും നിഫ്റ്റിയുടെ ഒരു ട്രെൻഡൊക്കെ നമുക്ക് ബുള്ളിഷായിട്ടാണ് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു ലെവലുകളൊക്കെ നിങ്ങൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ട്രാക്ക് ചെയ്യുക. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമുക്കൊരു ഇൻഡിസീവ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഫോർമേഷൻ ആയിരുന്നു. തുടർന്ന് വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ പ്ലോട്ട് ചെയ്തു. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റിയിൽ ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്ത് എൻഡായിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ 36,500 ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണ് എങ്കിൽ നമുക്ക് വീണ്ടും ഒരു ചെറിയൊരു കറക്ഷനുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ 36,200, 36,000 ആ ഒരു റേഞ്ചുകളായിരിക്കും ബാങ്ക് നിഫ്റ്റിക്ക് സപ്പോർട്ട് സോൺസ് ആയിട്ട് നിലനിൽക്കുക. ഒരു റാലികൾ തുടരണം എന്നുണ്ടെങ്കിൽ നമുക്കിനി 37,140, 37,100 ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു അപ്സൈഡിനുള്ള സാധ്യതകൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. ഇനി ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ഒരു പോസിറ്റീവ് മോഡിൽ നിലനിൽക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റുകളും ഒരു പോസിറ്റീവ് മോഡിലാണ് കാണുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ മിക്സഡ് ട്രെൻഡാണ്. SGX നിഫ്റ്റി 7 പോയിൻറ്റ്സ് ഡൗണിൽ നിലനിൽക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിലും ഒരു ഡിക്ലൈൻ കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു ഇടിവുണ്ടായിട്ടുണ്ട്. 73.11 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 589 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് 547 കോടിയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുമാണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ചെറിയ രീതിയിൽ സപ്പോർട്ടീവായിട്ട് നിലനിൽക്കുന്നു. രൂപ അത്ര സപ്പോർട്ടീവ് അല്ല. ഗ്ലോബൽ മാർക്കറ്റുകളും നമുക്ക് ഒരു മിക്സഡ് ആയിട്ടാണ് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നത്, പ്രത്യേകിച്ചും ഏഷ്യൻ മാർക്കറ്റുകൾ. തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി ഒന്ന് വാച്ച് ചെയ്യുക. നമുക്ക് അതിനെ ബേസ് ചെയ്തുള്ള ഒരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, ഇതിൻ്റെ സ്റ്റോക്ക് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. കാരണം ഒരു ബ്രേക്കൗട്ടിൻ്റെ അടുത്താണ് ഈ ഒരു സ്റ്റോക്ക് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്കൊരു ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ, പ്രീവിയസ് ഹൈയിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു റാലിക്കുള്ളൊരു സാധ്യതകൾ നമുക്ക് ഇന്ദ്രപ്രസ്ഥ ഗ്യാസിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റം, ഈ ഒരു ചാർട്ട് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു സ്റ്റോക്കായിട്ടാണ് ഇത് കാണുന്നത്, ചാർട്ട് കാണുന്നത്. തീർച്ചയായിട്ടും അത് നിങ്ങളൊന്ന് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലൊന്ന് വെക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഐഷർ മോട്ടോഴ്സിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ നല്ലൊരു ബുള്ളിഷ് റാലികൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ കൊടുത്താണ് ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം എൻഡായത്. തുടർന്ന് ഇന്നും നല്ലൊരു ബുള്ളിഷ് റാലികൾ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഹയർ റേഞ്ചിലേക്ക് പോകുന്നതോറും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്കിനി ഒരു 2,886, 87 മുകളിലേക്ക് ഒരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ റാലികൾ തുടരാനൊരു സാധ്യതകൾ പ്രതീക്ഷിക്കാം. അല്ലാത്ത പക്ഷം നമുക്കൊരു കറക്ഷൻ്റെ ഒരു കൺഫർമേഷൻ ആയി കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ നാഷണൽ അലുമിനിയം, ഈ ഒരു സ്റ്റോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ നല്ലൊരു പെർഫോമിംഗ് സ്റ്റോക്കായിരുന്നു. പ്രീവിയസ് ഹൈയിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകളും ഈ ഒരു സ്റ്റോക്കിന് കിട്ടി എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് 102 മുകളിലേക്കൊക്കെ പോവുകയാണ് എങ്കിൽ ഇനി അടുത്തൊരു റാലികളുടെ സാധ്യതകൾ നിലനിൽക്കുന്നു. വോളിയത്തിൽ നല്ലൊരു വർധനമാണ്. തീർച്ചയായിട്ടും നാളെ ട്രേഡിങ്ങിനായിട്ടും അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ബ്രേക്കൗട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പൊസിഷനായിട്ടും തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ ട്രൈ ചെയ്യുക. ഇന്ന് IT സെക്ടറിലൊക്കെ ഒരു പോസിറ്റീവ് മൂഡ് ഉണ്ടായിരുന്നു. തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് HCL സ്റ്റോക്കിലും ഒരു ബ്രേക്കൗട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി നമുക്ക് 1210 മുകളിലേക്കൊക്കെ ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ
HCL ടെക്നോളജീസിലും ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അതുപോലെ പോളിക്യാബിൻ്റെ ചാർട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു ബുള്ളിഷായിട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ വെക്കുക. അടുത്തൊരു കറക്ഷൻ കിട്ടുന്ന പക്ഷം നമുക്കുള്ളൊരു എൻട്രിക്കുള്ളൊരു പോസിബിലിറ്റി പോളിക്യാബിൽ നിലനിൽക്കുന്നു. വോൾട്ടാസിൻ്റെ സ്റ്റോക്കിൽ ഇന്നൊരു ബ്രേക്കൗട്ടുകൾ വന്നിട്ടുണ്ട്. ബ്രേക്കൗട്ടിൻ്റെ അടുത്താണ് ഇന്ന് എൻഡായിട്ടുള്ളത്. ബ്രേക്കൗട്ടുകൾ നടന്നതെങ്കിലും അതിനെ ബ്രേക്ക് ചെയ്ത് എൻഡാകാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നമുക്ക് 1138 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ വോൾട്ടാസിലും ഒരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തായിട്ട് LIC ഹൗസിംഗ് ഫിനാൻസ്. ഈ ഒരു സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലൊരു സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. 2 ദിവസങ്ങളായിട്ടൊരു ബിയറിഷ് റിവേഴ്സൽ പോലെ കാണുന്നു. അപ്പോൾ ഇനി നമുക്ക് 403 മുകളിലേക്ക് താഴേക്ക് പോവുകയാണ് 403 താഴേക്ക് പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റൈറ്റ്സിലും ഒരു സെല്ലിംഗ് കൺഫർമേഷൻ ഏകദേശം ആയ പോലെ കാണുന്നു. അതുപോലെ തന്നെ ഡാബറിലും നമുക്ക് ഇനി 633 താഴേക്ക് പോവുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ വെൽസ്പൺ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് US FDAയുടെ ഭാഗത്തു നിന്നും ഒരു 3-ply സർജിക്കൽ മാസ്കിനുള്ള ഒരു ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് ഈ ഒരു ക്ലിയറൻസ് കിട്ടുന്ന ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി അപ്രൂവൽ കിട്ടുന്ന ആദ്യത്തെ കമ്പനിയാണ് ഇവർ. തുടർന്ന് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. സ്റ്റോക്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷനും കാണാനായിട്ടുണ്ടായിരുന്നു. ഇനി ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം UK JLRൻ്റെ UK സെയിൽസ് ഓഗസ്റ്റ് മന്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ 39.6% ഡിക്ലൈനാണ് അവർക്ക് ടോട്ടൽ സെയിൽസിലുണ്ടായിരിക്കുന്നത്. 1871 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ഈ ഒരു ഓഗസ്റ്റ് മാസം അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ അവർക്ക് 3101 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആയിരുന്നു നിലനിന്നത്. ഇനി അടുത്തായിട്ട് അശോക ബിൽകോണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1567 കോടി വർത്ത് ചെയ്യുന്ന ഒരു ഓർഡറുകൾ അദാനി റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഭാഗത്തു നിന്നും വിൻ ചെയ്തിരിക്കുന്നു. വെസ്റ്റ് ബംഗാളിലെ ഒരു NH19 അതിൻ്റെ 6 ലൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഡറുകൾ എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അഹുൽവാലിയ കോൺട്രാക്ട്സിനെ സംബന്ധിച്ചിടത്തോളം അവർ 890 കോടി വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ ബീഹാറിൽ ഒരു ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി നിർമ്മിക്കുന്നതിനാണ് ഓർഡറുകൾ കിട്ടിയതായിട്ട് അവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. ഇനി വാബാഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഏകദേശം $11.45 മില്യൺ വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ മലേഷ്യയിൽ നിന്നും വിൻ ചെയ്തതായിട്ട് അവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അവിടെ ഒരു എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഓർഡറുകൾ എന്നാണ് അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി മാരുതി സുസുക്കിയുടെ ഭാഗത്തു നിന്ന് അപ്ഡേറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു വില വർധനവുകളൊക്കെ വരുന്നത് കൊണ്ട് ഇൻപുട്ട് കോസ്റ്റൊക്കെ വർധനവുകൾ വരുന്നത് കൊണ്ട് അവർ ഇന്ന് മുതൽ സെപ്റ്റംബർ 6 അവരുടെ സെലക്റ്റഡ് മോഡലുകൾക്ക് ഒരു ആവറേജ് ആയിട്ട് 1.9% എക്സ്ട്രോറൂം പ്രൈസിൽ 1.9% വർധനവുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊരു അപ്ഡേറ്റുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ പെട്രോനെറ്റ് LNGയെ സംബന്ധിച്ചിടത്തോളം അവർ ഗുജറാത്തിൽ ഒരു പെട്രോകെമിക്കൽ കോംപ്ലക്സ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നു. ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. ഇനി അതുപോലെ തന്നെ യൂണിസൺ മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോർഡ് സെപ്റ്റംബർ 4 നടന്ന മീറ്റിങ്ങിൽ 4:1 എന്ന റേഷ്യോയിൽ ഒരു ബോണസ് ഷെയറിന് ഇഷ്യൂവിന് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ഷെയർ കയ്യിലുണ്ട് എങ്കിൽ 4 ബോണസ് ഷെയർ എന്ന രീതിയിൽ ഉള്ളൊരു അപ്രൂവൽ അവർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റോക്കിനും പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിലനിന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ന്യൂസുകളും സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് മാത്രം ഉപയോഗിക്കുക. കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.